അപ്പൊ ഞാൻ നാളെ പോകുന്നു ഗൈസ്. ആനി ഞങ്ങളെ വിട്ട് പോകുന്നു ഗൈസ്. ആനി ഇനി 2.5 മാസം ഞങ്ങളടുത്ത് ഇല്ല. ഞാൻ എവിടെയാ പോകുന്നതെന്നറിയോ? ഞാൻ തീരുമാനിച്ചത് കോഴിക്കോട് പോകാനാണ്. ആനിക്ക് ഗൈസ് ഇന്റേൺഷിപ്പ് കോഴിക്കോടാണ് കിട്ടിയത്. ഇനി ആനി നമ്മളോട് ഉണ്ടാകത്തില്ല. ബൈ ബൈ. ചിരി തന്നെ, നാളെ പോണ്. നീ ബാഗെല്ലാം പാക്ക് ചെയ്താ? ഞാനെല്ലാം പാക്ക് ചെയ്തു പോവാൻ വേണ്ടി റെഡി ആയിരിക്കും. ഇവിടെ നിന്ന് എങ്ങനെയാലും ചാടാൻ. ഡ്രസ്സൊക്കെ തന്നെ പാക്ക് ചെയ്തു. 2 മാസത്തിൽ നീ ഇല്ല. അപ്പൊ ബാഗ് ഫുള്ള് പാക്ക് ചെയ്യണം. നിനക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ പാക്ക് ചെയ്യണം. എല്ലാം പാക്ക് ചെയ്താ? ഇല്ല, ഇനി എല്ലാം സെറ്റാക്കിയിട്ട് പോണം. ഗൈസ് 2 പേരും ഉള്ളതുകൊണ്ട് സൂപ്പറായിട്ട് വീഡിയോ എടുത്തോണ്ടിരുന്നു. ഇനി ഒറ്റയ്ക്ക് എങ്ങനെ വീഡിയോ എടുക്കുമെന്നാലും അറിയത്തില്ല. അവളും പോയി, ഞാൻ ഒറ്റ. ഇനിയുള്ള കണ്ടന്റ് എന്ത് വെച്ച് എടുക്കണമെന്നാലും അറിയത്തില്ല. ഇതിനുള്ള ഒരു വഴി ഉണ്ടാക്കണം ഗൈസ്. എനിക്ക് കൊടുത്തേക്കാൻ വേണ്ടിട്ട് ഗൈസ് അമ്മ ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതെല്ലാം. കൊഞ്ചച്ചാറ്, ചെമ്മീനച്ചാറ്. നമ്മൾ മറ്റേ പ്രവാസികൾ ഗൾഫിൽ പോകുമ്പോൾ കൊടുത്തേക്കല്ലോ, അതുപോലെയാണ് ആനി കൊടുത്തേക്കുന്നത്. ആനി ഇനി ഇല്ല 2 മാസം. പൊടി. അമ്മ പറഞ്ഞു ഇതെല്ലാം കൊടുത്ത് പൊടി, വരണ്ട ഇനി ഇവിടെ. ചമ്മന്തിപ്പൊടി കണ്ട ഡാനിയ ചാച്ചനൊക്കെ കൊടുത്തു വിടുമ്പോഴാണ് ആ ഒരു വിഷമങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഇപ്പൊ കുറച്ച് സുഖം തന്നെ. നമ്മള് പോയാലും തരും. ആനി അവിടെ നിന്ന് വാങ്ങാതിരിക്കാൻ വേണ്ടിട്ട് അമ്മ ഇവിടെ നിന്ന് തന്നെ എല്ലാം കൊടുത്തേക്കും. ഇതിൽ എല്ലാ പാത്രത്തിലും സ്പൈസ് അത് കൊടുത്തേക്കാൻ പോണം അമ്മ. അമ്മ അരിയും കൂടെ കൊടുത്തേക്കാണ്. നല്ല സ്പൈസസിന്റെ മണം. പെരിഞ്ജീരകം. ജീരകത്തിന് പെരിഞ്ജീരകത്തിനൊരു ജീരകം ഉണ്ടല്ലോ. ഇതെല്ലാം ആനി കൊണ്ടുവന്നു. ആനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാമോ എന്തോ. ആനി ഇങ്ങ് നോക്കുക, നിനക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? ഞാൻ പറയുന്നത് ചായ മാഗി അങ്ങനത്തൊന്നുമില്ല. അപ്പറ എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? ചോറുണ്ടാക്കാൻ അറിയാം. ചോറുണ്ടാക്കുന്നത് എങ്ങനെയാണ്? ചോറുണ്ടാക്കണത് വെള്ളം തിളപ്പിക്കുക, ഉപ്പിടുക, അരി ഇടുക, അരി കഴുകി ഇടുക, അടച്ചു വെക്കുക, വിസിൽ വരും, എടുത്താൽ മതി. ഞാൻ ഇതെല്ലാം പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞ ചോറുണ്ടാക്കിയിട്ടില്ല. സൂപ്പർ ആയിട്ടിരിക്കും. പക്ഷെ എനിക്കറിയാം എല്ലാം എങ്ങനെ ഉണ്ടാക്കണം എന്നറിയാം. പക്ഷെ ഉണ്ടാക്കിയിട്ടില്ല. അത്രയും. ആദ്യം ഡാനി ചാച്ചൻ പോയി, അത് കഴിഞ്ഞ് ജിത്തു വെച്ചാൻ പോയി, അത് കഴിഞ്ഞ് അഷ്ന പോയി, അനന്ത് വെച്ചാൻ പോയി, ഇപ്പൊ ആനി പോയി. ഞാൻ മാത്രം ഇവിടെ. ഇനി ഫുൾ ബോയ്സ് വീഡിയോസ് ആയിരിക്കും ഇല്ലേ? ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞേക്ക് ഭയങ്കര സൗണ്ട്. ഇവളുടെ സാധനങ്ങളെല്ലാം കണ്ട് പെട്ടെന്ന് പോടി. ഇതൊക്കെ നിറയെ വെക്കണമെന്നൊന്നും ഇല്ല. ഇതെന്ത് പൊടിയാണ്? ഇതെന്ത് പൊടിയാണ്? ഇതെന്ത് പൊടിയാണ്? എനിക്കറിയാം. ഇതെല്ലാം കൊടുത്തേക്കണം. അവൾക്ക് അറിയത്തില്ല അതെന്താണ്. അതെന്തിനാ യൂസ് ചെയ്യും? ഇത് സാമ്പാറിന് യൂസ് ചെയ്യും, മീനിന് യൂസ് ചെയ്യും. ഇത് മറ്റേ ദോശക്ക് യൂസ് ചെയ്യല്ലോ. അത് ഒഴുന്ന ഇതെല്ലാം നമുക്ക് കൊടുത്തേക്ക്. ഉണ്ടാക്കാൻ പോലെ അറിയത്തില്ല. അപ്പ ഇതൊക്കെ നിങ്ങൾ കൊടുത്തേക്കണത് വെറും വേസ്റ്റ് ആണ്. ഇവർക്ക് ഒന്നും ഉണ്ടാക്കാൻ എന്റെ മോക്ക് അറിയാം. എന്റെ മോള് വിളിച്ചു ചോദിക്കും എന്തുണ്ടാക്കും. ഞാൻ അച്ചാച്ച ഇവിടെ നിന്ന് പോയ സമയത്ത് ആൻസർ എങ്ങനെയൊക്കെ തന്നെ പോയി. എന്നിട്ട് അച്ചാച്ച പഠിച്ചു വന്ന അതുപോലെ ഹീറോ ആരില്ല. എന്തൊക്കെ കാണണം ഗൈസ്. ഒരാള് പോവാൻ വേണ്ടിട്ട് വീട്ടിലുള്ള പകുതി സാധനം കൊണ്ടുപോകണമെങ്കിൽ നോക്ക്. അതാണ് എന്റെ അമ്മയുടെയും പപ്പയുടെയും അമലാസിമ്മയുടെയും ഒക്കെ സ്നേഹം. ഇവരെ സ്നേഹമാണ് ഗൈസ്. കണ്ണ് നിറയുന്ന എനിക്ക്. എന്റെ നാവ് പൊന്നാവട്ടെ. ഇവള് ഇതെല്ലാം കൊണ്ടുപോകണം, അങ്ങനെ തന്നെ തിരിച്ചുകൊണ്ടുവരും. ആനി പോവാണ് ഗൈസ്. ആനിക്ക് അവിടെ മറ്റന്നാ ജോയിൻ ആവണം. അപ്പൊ ഇന്ന് ഇറങ്ങിയാലും നാളെയെങ്കിലും എത്തുള്ളൂ. അപ്പൊ ആനി അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് സെറ്റ് ചെയ്യണ്ടേ? സെറ്റ് ചെയ്യണം. പക്ഷെ ഞാൻ ശരിക്കും പോകുന്നു.
എന്താണ് 2 മുട്ട പുഴുങ്ങി തിന്നണം. അതന്നെ എന്റെ പ്ലാൻ. രാവിലെ ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുന്നേ 2 മുട്ട പുഴുങ്ങി തിന്നും, ഒരു ഏത്തമ്പഴം കഴിക്കും, ഞാൻ പോകും. അത് ഞാൻ വീട്ടിൽ പോലും കഴിക്കാറില്ല, എനിക്ക് ഇവരൊന്നും തരാറില്ല. എന്റെ കൊച്ചമ്മയാണ് ഡെയിലി കോളേജിൽ കൊണ്ടുവിടുന്നത്. ബൈ. എവിടെ ഇനി വാ, എവിടെ പോണ്? നിങ്ങൾ വരിയെന്ന് തോന്നുമ്പോ എവിടെ പോണു? കോഴിക്കോട്. കോഴിക്കോട് ഞാനേലും മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, രാവിലെ എണീപ്പിക്കുന്നത് ഞാനാണ്. അമ്മ എണീപ്പിക്കുമ്പോ പ്ലീസ് എന്നെ ഒരു 8:30 ആകുമ്പോ വിളിക്കും. ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്, മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിൽ അതുകൊണ്ട് മോള് നേരത്തെ അലാറം വെച്ചിട്ട് എണീക്കണം, സമയത്തിന് കഴിക്കണം, സമയത്തിന് ഇറങ്ങണം, എല്ലാവരും ഇവരെ ഹെൽപ്പ് ചെയ്യണം, അതൊക്കെ എല്ലാം മോള് ചെയ്യണം, മനസ്സിലാകുന്നുണ്ട്. പോത്ത പോലെ ഉറങ്ങിയാലേ ഓഫീസുകാർ നിന്നെ വരട്ടും, അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു ഉമ്മ തരാം, മനസ്സിൽ ലഡ് പൊട്ടി. 2 അഭിനയൊന്നും കാണണ്ട. പോകുന്നു, ആരാണം വന്ന് കാണണം കോഴിക്കോട്. ഞങ്ങൾ വരുമല്ലോ, നീ വിളിക്കാതെ തന്നെ ഞങ്ങൾ വരും. ചിലപ്പോ ഞാൻ 3 മാസം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് തന്നെ ആയിരിക്കും ചിലപ്പോ വരില്ലേ. നോക്കുക, ഒന്നും പറയണില്ല. ഇടനെഞ്ചിൽ പെയ്യാമേഘക്കാരോടെ 15-ാം വയസ്സിലെ ഇതുപോലെയൊക്കെ പോയതാണ്. മോൾ 20-ാം വയസ്സിലേക്ക് പോവണ്ടേ? നിങ്ങൾ വിചാരിക്കും അബിൻ എവിടെ പോയെന്ന്. ഗൈസ്, ഞാൻ മാത്രല്ല പോകുന്നത്. ഗൈസ്, ആനി മാത്രല്ല ഞങ്ങളും കൂടെ പോകുന്നു ഗൈസ്. ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ ആനി? ഇപ്പൊ പോലെ എന്നെ ഒറ്റയ്ക്ക് ഇടുന്നില്ല ഗൈസ്. ഒരു റൂമിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പോലും പേടിയുള്ള ഒരു പെണ്ണാണ്. ഇന്നലെ രാത്രി എന്നെ വിളിക്കുന്നു, എടാ ഒരു സൗണ്ട് കേട്ടത്, നിനക്കെല്ലാം കേട്ടാ? അത് ഞാനല്ല, അത് അച്ചാച്ചനാണ് മേടിച്ചത്, ഞാനല്ല മേടിച്ചത്. ഗൈസ്, കുറെ കമന്റുകൾ വന്നു, എങ്ങനെ ആനി ചേച്ചിനെ ഒറ്റയ്ക്ക് ഇടാൻ പറ്റുമോ, ആനി ചേച്ചി കുഞ്ഞല്ലേ, അങ്ങനെയല്ല വന്നത് കമന്റ്. അവര് പറഞ്ഞ ആനി ചേച്ചിനെ മിസ് ചെയ്യുമെന്ന്. ഗൈസ്, നിങ്ങളെ ഞാൻ മിസ് ചെയ്യാൻ പറ്റില്ല. ആനിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാരും പോകുന്നു ഗൈസ് കാലിക്കട്ടിൽ. അപ്പൊ നമ്മള് 2 മാസം ഫുള്ള് കാലിക്കട്ടിൽ ഉണ്ടാവും. ഇനി ഞാൻ വിചാരിച്ചു സമാധാനത്തിന് 3 മാസം ഇരിക്കാമെന്ന്. ഓ, ഇത് പറയാൻ അവിടെ നിന്ന് കഷ്ടപ്പെട്ട്. സ്പൈഡർമാൻ തന്നെ. നമ്മുടെ ഷൂട്ട് എല്ലാം ഇനി കാലിക്കട്ടിൽ വെച്ചായിരിക്കും. അതുകൊണ്ട് നമ്മൾ ലൈറ്റ്, ക്യാമറ, സ്റ്റാൻഡ് എല്ലാം കാലിക്കട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. സാധനം എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഫുൾ ഷൂട്ട് 2 മാസം കാലിക്കട്ടിൽ. 3 മാസം 3 മാസം ഗൈസ് നമ്മൾ കാലിക്കട്ട് ഉണ്ടാവും. ചേട്ടനെന്ന് വിളിക്കടി, ചേട്ടനെന്ന് വിളിക്കടി. ആവശ്യമില്ല, ആവശ്യമില്ല. പോവാം. ഗൈസ്, നമ്മൾ കാലിക്കട്ടിൽ കാറിലാണ് പോകുന്നത് ഗൈസ്. ഒരു വെട്ടി വെച്ചപ്പോ കാറ് നിറഞ്ഞു. കുഞ്ഞു കാറാ. ഗൈസ്, അങ്ങനെ വണ്ടി ഫുള്ള് നമ്മൾ പാക്ക് ആയിട്ടുണ്ട്. ഇനിയുണ്ട് സാധനങ്ങൾ. 2 ചാക്കൂടെ എടുത്തിട്ടാ നിറ സ്പേസ് ഉണ്ട്, അകത്ത് സ്പേസ് ഇരിക്കട്ടെ. ഞാൻ വിചാരിച്ചതെല്ലാം കയറുന്നത്. കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ലോഡുമായിട്ട് ആനിമോള് പോണത്. ആനിമോളെ ഇവര് പറഞ്ഞു, അതുകൊണ്ട് ആനിമോക്ക് ഈ 2 പെട്ടി ആനിമോള് ആനിമോള് മാത്രമാണ് ഒരു ഹാൻഡ് ബാഗും പറഞ്ഞ് പറഞ്ഞേക്കുമായിരുന്നു. അതെ, അടുത്ത ആഴ്ച ഞങ്ങൾ വരും. ഞങ്ങളെല്ലാം വരും. നിങ്ങൾ അടുത്ത ആഴ്ച വരും, നിങ്ങൾ അപ്പുറത്തെ ആഴ്ച. ചേച്ചി വരുന്നുണ്ട് അതിന് അപ്പുറത്തെ ആഴ്ച. ഞങ്ങളെല്ലാം വരും. ഭാവന് സ്കൂൾ തുറക്കണതിന് മുന്നേ വരും. ഇന്നും കൂടെ തന്നെ വീട്ടിലുള്ള ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പൊ നീ എന്തിനു വിഷമിക്കുന്നേ? ആന്റി ചേച്ചി അവിടെ പോയി ഉണ്ടാക്കി തരാം. അതാണ് ഏറ്റവും വലിയ വിഷം. അമ്മ നിറയെ അടുത്താ മറ്റന്നാളിന് എത്തുമോനാ, നീ മേടിക്കണ്ടേ? എന്നാ വേണ്ട ഏട്ടാ. ഇവരുണ്ടല്ല, ഇവരാണെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കൂല എന്നൊക്കെ ഇവരെന്നെ തീരുമാനിച്ചിട്ട് ഇവര് പറഞ്ഞ മക്കള് പേടിക്കാതെ ഞങ്ങൾ വരാമെന്ന്. വേണ്ട. 2 ദിവസം നിങ്ങൾ കിച്ചണിൽ കയറിയാ പറയും, പെട്ടെന്ന് വിളിക്കും. ആര് പറഞ്ഞു? നമുക്ക് നോക്കാം. ഞങ്ങൾ പോകുന്ന സ്ഥലം എവിടെയെന്ന് അറിയാം അമ്മ?
കാലിക്കറ്റ് ഫുഡിന്റെ നാട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോയി പഠിക്കാനുള്ള സമയം. കാരണം ഹോസ്റ്റലിൽ ഇതുവരെയ്ക്കും ഞങ്ങൾ നിന്നിട്ടില്ല. ഞാൻ നിന്നിട്ടില്ല, നിന്നിട്ടില്ല. ഇവ 1 മാസമേ നിന്നിട്ടുള്ളൂ. എന്നിട്ട് അവൻ ചാടി വന്ന്. അപ്പൊ അത് നമ്മൾ കൂട്ടാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ ഇതുവരെയ്ക്കും ഇങ്ങനെ നിന്ന് പഠിച്ചിട്ടില്ല. അപ്പം ഒരു ചാൻസ് ആണ്. അപ്പോൾ സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. രാവിലെ എന്തൊക്കെയൊക്കെയോ അഭിന് പറഞ്ഞുണ്ടാക്കുമെന്ന്. രാവിലെ കഞ്ഞി മതി, ഉച്ചക്ക് കഞ്ഞി, രാത്രി കഞ്ഞി. വേണ്ട വേണ്ട വേണ്ട, നമുക്ക് മാനേജ് ചെയ്യാന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്തതാണ് നമ്മൾ പഠിക്കാൻ. പഠിക്കാൻ പോകുന്നത് ആരി കരയുടെ എനിക്ക് വേണ്ടിയിട്ട്. ഇവറ്റ സങ്കടം വാവയെ കൊണ്ടുപോകാത്തോണ്ട് കേസ്. വാവ ഇവിടെ ഒറ്റയ്ക്കാണ്. എന്നാ ഞാൻ പോയിട്ട് വരാം. ശരി അമ്മ, ഞാൻ പോയിട്ട് വരാം. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇത്ര ലോങ് ആയിട്ട് മാറിയിരിക്കണത്. അപ്പോൾ വീടിനി സൈലന്റ് ആയിരിക്കും. അപ്പൊ ഇനി കോഴിക്കോട് കാണാം.